പുതുതലമുറ കൈവിട്ട മുത്തശ്ശി കഥകൾ നവമാധ്യമങ്ങളുടെ സഹായത്തോടെ കേൾവിക്കാരിലേക്ക് എത്തിക്കുകയാണ് കോഴിക്കോട് ബേപ്പൂർ സ്വദേശി മനോജ് കുമാർ പൂളയ്ക്കൽ. കഴിഞ്ഞ 5 വർഷത്തിനിടെ 2000-നടുത്ത് മുത്തശ്ശി കഥകളാണ് മിഠായി കഥകൾ എന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ മനോജ് പുറത്തിറക്കിയിരിക്കുന്നത്. കോഴിക്കോട് ബ്യൂറോയിലെ സീനിയർ ക്യാമറ പേഴ്സൺ സജി തറയിൽ തയ്യാറാക്കിയ വാർത്ത കാണാം. ഫ്ലോറാലിസ് എന്ന് പറഞ്ഞ ഭംഗിയുള്ള ഒരു മാന്ത്രിക രാജ്യത്ത് വളരെയധികം ഭംഗിയും സന്തോഷമുള്ള ഒരു രാജകുമാരി എലോവിൻ ജീവിച്ചു വന്നു. രാജകുമാരി എലോവിനെ എല്ലാവർക്കും ഇഷ്ടമാണ്. എന്തിന് ഈ കഥ പറയുന്ന ആൾക്കുമാണ്. അവര് നടക്കുന്ന പൊരുൾ നിറഞ്ഞ പഴങ്കഥകൾ കേട്ടായിരുന്നു ഒരു കാലത്ത് കുട്ടികൾ ഉണ്ണുന്നതും ഉറങ്ങുന്നതുമെല്ലാം. നീട്ടിയും കുറുക്കിയുമുള്ള താളത്തിനൊത്ത് കഥകൾ കേൾക്കാൻ രസമായിരുന്നു. ഇന്നെല്ലാം അവ പഴങ്കഥകളായി മാറി. സമൂഹ മാധ്യമങ്ങളുടെ വരവോടെ കഥ കേട്ടുറങ്ങുന്ന പതിവും അവസാനിച്ചു. ഉറങ്ങുന്നതുവരെ മൊബൈൽ ഫോൺ കയ്യിലേന്തുന്ന കുട്ടികൾ. മുതിർന്നവർക്കാണെങ്കിൽ കഥകൾ പറഞ്ഞു കൊടുക്കാൻ സമയവുമില്ല. അവരും മൊബൈലിൽ തന്നെ. എല്ലാ കൂട്ടുകാർക്കും മിഠായി കഥകളിലേക്ക് സ്വാഗതം. കാട്ടിലൊരു കഥയായാലോ? കഥയുടെ പേര് കുറുക്കന്റെ കല്യാണം. അവതരിപ്പിക്കുന്നത് മനോജ് കുമാർ പൂളയ്ക്കൽ. കേട്ടുമറന്ന മുത്തശ്ശി കഥകൾ പുതുതലമുറയെ വീണ്ടും കേൾപ്പിക്കാനാണ് മനോജ് കുമാർ പൂളയ്ക്കൽ 5 വർഷം മുൻപ് ഈ ഉദ്യമം ഏറ്റെടുത്തത്. കഥകൾ പറഞ്ഞു പറഞ്ഞ് 2000-ഓട് അടുത്തെത്തി. സമൂഹ മാധ്യമങ്ങളിലൂടെ മനോജ് കുമാറിന്റെ മുത്തശ്ശി കഥകൾ കേൾക്കാൻ നിരവധി പ്രേക്ഷകരാണുള്ളത്. അതിൽ കുട്ടികളും മുതിർന്നവരുമുണ്ട്. ഇതിൽ നിന്നെല്ലാം ഒരു മാറ്റം വരുത്തണമെന്ന കുറേ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും അഭിപ്രായത്തെ മാനിച്ചാണ് ഞാൻ മിഠായി കഥകൾ എന്ന ഈ കഥാസംരംഭത്തിലേക്ക് ഇറങ്ങിയിരുന്നത്. 1-2 കഥകൾ പറഞ്ഞ് അവസാനിപ്പിക്കാം എന്ന് കരുതി തുടങ്ങിയ ഈ സംരംഭത്തിന് നിരവധി കുട്ടികളുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും പിന്തുണ കിട്ടിയപ്പോൾ അത് എല്ലാ ദിവസവും കഥ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തേണ്ടി വന്നു. കാട്ടിൽ നല്ല മഴ പെയ്യുകയാണ്. 2 ദിവസമായി മഴ തുടങ്ങിയിട്ട്. കാട്ടിലെ മൃഗങ്ങളെല്ലാം ഭീതിയിലാണ്. ഇര തേടാനാകാതെ മൃഗങ്ങളെല്ലാം പട്ടിണിയിലുമാണ്. ഇനിയും മഴ തുടർന്നാൽ പട്ടിണി കിടന്ന് ചാവും എന്ന അവസ്ഥയിലാണ് മിക്ക മൃഗങ്ങളും. മലയാളത്തിലെ പുരാണ കഥകളും ഐതിഹ്യങ്ങളും സാരാംശ കഥകളും മാത്രമല്ല, കാലികമായ വിഷയങ്ങളെ അധികരിച്ച് മനോജ് കുമാർ തന്നെ പുതിയ കഥകൾ തയ്യാറാക്കി അവതരിപ്പിക്കുന്നുണ്ട്. മിഠായി കഥകൾക്ക് അന്തർദേശീയ തലത്തിലടക്കം 24ഓളം പുരസ്കാരങ്ങൾ ഇതുവരെ ലഭിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് കേൾക്കാൻ വേണ്ടി കുട്ടികളുടേതായ കഥകൾ, കുട്ടികൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന കഥകൾ, കുട്ടികൾക്ക് നല്ല സന്ദേശങ്ങൾ നൽകുന്ന കഥകൾ പറയുക. ഇന്ന് ഓരോ ദിവസവും ഈ കഥകൾ കേട്ട് കുട്ടികളും കുട്ടികളുടെ രക്ഷിതാക്കളും അധ്യാപകരും 100 കണക്കിന് സന്ദേശങ്ങൾ അയക്കാറുണ്ട്, അഭിപ്രായങ്ങൾ ആരായാറുണ്ട്. പല കുട്ടികളും അവരുടേതായ കഥകൾ മിഠായി കഥകളിലൂടെ അങ്കിൽ പറയുമോ എന്ന് ചോദിക്കാറുണ്ട്. പറ്റാവുന്ന കഥകൾ ഞാൻ പറയാറുണ്ട്. മിഠായി കഥകൾക്ക് പുറമെ മഹത് വചനങ്ങൾ ഉൾപ്പെടുത്തിയ പരമ്പരയും ഇദ്ദേഹം ദിവസേന തയ്യാറാക്കുന്നുണ്ട്. പരിമിതമായ സൗകര്യങ്ങൾക്കിടയിൽ വീട്ടിൽ നിന്ന് തന്നെയാണ് കഥകളെല്ലാം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത്. പുലർച്ചയോടെ തന്നെ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്യും. വേൾഡ് മലയാളി ഓർഗനൈസേഷൻ, ഓൾ ഇന്ത്യൻ മലയാളി അസോസിയേഷൻ എന്നിവയുടെ മുഖ്യ സംഘാടകൻ കൂടിയായ മനോജ് കുട്ടികളുമായി ബന്ധപ്പെട്ട നിരവധി സംഘടനകളുടെ ഭാരവാഹി കൂടിയാണ്. മൺമറഞ്ഞു പോകുമെന്ന് കരുതിയ ഒരു കാലഘട്ടത്തെയാണ് മനോജ് കുമാർ ഓർത്തെടുത്ത് പുനരാവിഷ്കരിക്കുന്നത്. കൂട്ടുകാരെ, കാട്ടിലെ മൃഗങ്ങൾ നാട്ടിലിറങ്ങിയ കഥ കൂട്ടുകാർക്ക് ഇഷ്ടമായോ? എങ്കിൽ പുതിയൊരു കഥയുമായി നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. സ്റ്റോറി അങ്കിൾ. സജി തറയിൽ, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.